അവിടുന്ന് അവർ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാണാട്ടോ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അസ്സലാമു അലൈക്കും. ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ചെറിയൊരു പാർട്ട് മാത്രമാണ്. അതിൽ നമ്മൾ ജസ്റ്റ് ഒരു ഗിഫ്റ്റ് മാത്രമാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ അതിനുശേഷം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് റനക്കുട്ടിക്ക് കാത് കുത്താനെന്ന് പറഞ്ഞില്ലേ. ആക്ച്വലി കാത് കുത്താനല്ല പോയത്, വേറൊരു കാര്യത്തിന് വേണ്ടി പോയതായിരുന്നു. എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ജ്വല്ലറിക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സ് കണ്ടിട്ട് വന്നിട്ട് ബാക്കിയുള്ള സർപ്രൈസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ അമ്മേൻ്റെ വീട്ടിലേക്ക് ഇതൊക്കെ പോകാൻ പോവാണ് കേട്ടോ. അവിടെ അറിയില്ല ഞാൻ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് ഒന്നും അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഉപ്പയും അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യണം, 40ാമത്തെ അല്ലേ. അപ്പം ഞാൻ നോക്കാമോ അങ്ങനെ എന്നൊക്കെ വിട്ടിട്ട് മൈൻഡ് ചെയ്യാത്ത പോലെ വിട്ടിട്ട് പിന്നെ അവർക്ക് സർപ്രൈസ് ആയിട്ട് അവർ സന്തോഷം കാണാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്നലത്തെ ബാക്കി ആ ഷോപ്പിംഗ്, ബാക്കിയല്ല ഗോൾഡ് എടുക്കുന്ന ഇതും കൂടെ കണ്ടിട്ട് നമുക്ക് ബാക്കി കാണാം. പർദ്ദ എടുത്തിട്ട് ഞങ്ങൾ നേരെ പോയത് ജ്വല്ലറിയിലേക്കാണ്. അവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് സ്വർണ്ണമായിട്ട് വാങ്ങണം എന്നൊരാഗ്രഹമുണ്ട്. കാരണം സ്വർണം കൊടുത്താലേ സന്തോഷമുള്ളൂ, അങ്ങനെയല്ല. അമ്മക്ക് അങ്ങനെ എൻ്റെ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് വേണം എന്നുള്ള ഒരാളല്ല കേട്ടോ. ഭയങ്കര എന്താ പറയുക, എല്ലാം ആൺമക്കൾ ചെയ്യണം അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ പിന്നെ പറയുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് ഇതുവരെ എത്തിയ ഒരാളാണ്. ഇപ്പോഴും കഷ്ടപ്പാടിന് മീൻസ് സ്ട്രഗിളിന് നമുക്ക് സ്ത്രീകൾക്ക് കുറവൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എങ്ങനെയെങ്കിലും കുറച്ച് നേരം സന്തോഷിപ്പിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ഗോൾഡൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ റേനക്കുട്ടിക്ക് ഒരു കമ്മലും എടുത്തു. അതിൻ്റെ കൂടെയാണ് റേനക്കുട്ടിക്ക് സെക്കൻഡ് സ്റ്റഡും കൂടെ കുത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് എടുത്തിട്ട് പിന്നെ നേരെ ഞാൻ വീട്ടിലേക്ക് വരുമായിരുന്നു. കുറേ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗോൾഡ് എന്താണെന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല. ലാസ്റ്റ് അവർക്കുള്ള കുറേ ഗിഫ്റ്റുകൾ ഇങ്ങനെ ഒരു പ്രത്യേക തരമായിട്ടാണ് ഈ വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞാനും റേനക്കുട്ടി എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തതാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള കാര്യം, അമ്മക്ക് മരുമകൻ്റെന്ന് ഒന്നും വാങ്ങുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പറയാണ്, മരുമകൻ്റേതായിട്ട് ഒന്നുമില്ല, ഫുൾ ആൻഡ് ഫുള്ളി മകളുടെ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ എല്ലാ ഗിഫ്റ്റും സ്വീകരിക്കാം. പിന്നെ അടുത്തത് കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം ഞാൻ പരിചയപ്പെടുത്തി തരാം. ഒരുപാട് പേര് എൻ്റെ നമ്മൾ മുമ്പ് ഹെൽത്ത് ടിപ്സ് ഒക്കെ ഇടുന്ന സമയത്ത് ചോദിക്കുന്ന കാര്യമാണ്, മൈഗ്രെയിൻ്റെ തലവേദനയുണ്ട്, എന്തെങ്കിലും ഒരു റെമഡി പറഞ്ഞ് തരണം എന്നുകൊണ്ട് ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഒരു പുതിയതായിട്ടുള്ളൊരു സംഭവം കിട്ടിയിട്ടുണ്ട്. പുതിയതല്ല, നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഇക്കാടെ ലാസ്റ്റ് അനിയത്തിക്ക് മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ട്. അപ്പോൾ ശരി, അവർക്ക് അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു സംഭവമാണ് കേട്ടോ. എൻ്റെ അഡ്രസ്സ് ഇത് ഷോപ്പിൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ അതിലേക്കാണ് അയച്ച് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഹെൽപ്പാവും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ മൈഗ്രെയിൻ്റെ തലവേദന ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതൊരു സാധാ ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. അപ്പോൾ ഇതേ മൈഗ്രെയിൻ്റെ ഓയിലാണ്. നമ്മൾ മൈഗ്രെയിൻ്റെ ഓയിലാണ് ഇപ്പോൾ തലയിൽ തേക്കുന്ന എണ്ണയാണെന്നുണ്ട് ഫുള്ളായിട്ട് തലയിൽ തേക്കുന്നതല്ല. ഇതിനൊരു പ്രത്യേക മെത്തേഡൊക്കെ ഉണ്ട്. മർമ്മ ഭാഗത്ത് തേക്കുന്ന സംഭവം. അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടും. 27 ദിവസത്തെ ഒരു പാക്കായിട്ട്, അതായത് അത്രയും ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടതും ഇതിൻ്റേതായ കുറേ രീതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്, അതായത് ഇവിടുത്തെ 2 മർമ്മം പോയിന്റിൽ, പിന്നെ ചെവിയുടെ പുറകിലുള്ള മർമ്മം പോയിന്റിൽ, ഇതുപോലുള്ള മർമ്മം പോയിന്റ്സിലാണ് ഇത് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവരെ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങൾക്ക് മൈഗ്രെയിൻ്റെ പ്രോബ്ലം ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് എല്ലാവർക്കും എല്ലാം അറിഞ്ഞോളണമെന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പ്രത്യേകിച്ച് ഇത് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ഇതിപ്പോൾ ഇക്കട അനിയത്തി മൈസൂരാണ് കേട്ടോ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത്. അങ്ങോട്ട് അയച്ചു കൊടുക്കാനും വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. മൈഗ്രാവെഡിക് ഓയിൽ എന്നാണ് ഇതിൻ്റെ പേര്. ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടും. ഇത് വാങ്ങാനുള്ള ലിങ്ക്, ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നേരെ നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കണം. അമ്മ ആരും അറിയാതെയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. ഇനിയിപ്പോൾ എല്ലാം കൂടെ പൊളിഞ്ഞിട്ടുണ്ടോ എന്നുള്ള അറിയില്ല. എനിക്ക് അവിടെ പോയി നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനും ബാക്കിയുള്ള കുറച്ച് പരിപാടികളും കൂടിയുണ്ട്. ഞാൻ ഇവിടെയും അവിടെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ട് സെറ്റാക്കിയിട്ട് വരാം. ദേ ഞങ്ങൾ കാറിൽ പോവാണ്. ഓ തട്ടിടാണ്ടിരിക്കുന്നുണ്ട്. അയ്യോ നാണം വന്ന്. എന്താ മമ്മി എൻ്റെ വീട് കാണുകയാണോ?
സർപ്രൈസ്. എങ്ങനെയുണ്ട് സർപ്രൈസ്? ഞാൻ ഇതിന് പറഞ്ഞു ക്യാമറ അത്രേ ഉള്ളൂ, കൂടുതലൊന്നും ഇല്ല. പൊട്ട് പറയും ഒരു ഇതെങ്കിലും ഒരു ഇത് വിചാരിച്ച് അമ്മക്കൊരു ഡ്രസ്സല്ലേ ഓട്ടെ അല്ലമ്മ. സന്തോഷമായോ? എനിക്ക് ഉദ്ദേശിക്കാത്തത് എൻ്റെ വീഡിയോ കണ്ടോണ്ടിരിക്കുകയാണ്. ലൈക്ക് ചെയ്തിട്ടുണ്ട്, ആദ്യം അത് നോക്കട്ടെ. ലൈക്ക് ചെയ്തിട്ട് തന്നെ മാറ്റണം. ധൈര്യത്തിൽ എൻ്റെ അമ്മ മാത്രമേ എനിക്ക് ലൈക്ക് ഫസ്റ്റ് തരുള്ളൂ എന്നുള്ള ഉറപ്പ് എനിക്കുള്ളൂ, ബാക്കി ആരും എനിക്ക് വിശ്വാസമില്ല. അപ്പോൾ ഓക്കെ, ഞാൻ ചുമ്മാ വന്നാണ് വീഡിയോ കാണുമ്പോൾ എങ്ങനെയുണ്ട് റിയാക്ഷൻ കാണാൻ വേണ്ടിയിട്ട്. ഓരോ കാര്യങ്ങളും ഓടി പാഞ്ഞ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ പർദ്ദ എടുക്കുന്ന വീഡിയോ സസ്പെൻസ് പൊളിഞ്ഞു. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, അത് മാത്രമേ ഉള്ളൂ ഗിഫ്റ്റ് എന്ന രീതിക്ക് സംസാരിച്ചിട്ട് അവിടെ പോയിട്ട് അവരുടെ ആ ഒരു റിയാക്ഷൻ കണ്ടിട്ട് എൻ്റെ വീട്ടിലേക്കല്ല വേറെ കുറേ ഷോപ്പിംഗ് കൂടി ഉണ്ടായിരുന്നു, കുറേ സാധനങ്ങളും കൂടി ഉണ്ടായിരുന്നു. അതൊന്നും അവർക്കറിയില്ല. ഇടിവെട്ടും എന്താ പറയുക മറ്റേ ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാ ഗിഫ്റ്റും റെഡിയാക്കിയിട്ട് ഞാൻ നേരെ നമ്മുടെ വീട്ടിലേക്ക് വന്ന് എല്ലാം കവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചില സാധനങ്ങളൊന്നും കവർ ചെയ്യാൻ പറ്റില്ല, അത്രയും വലിയ സാധനങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടാണ് പിന്നെ ചെയ്തത്. ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ, എനിക്ക് തീരെ പറ്റില്ലേന്ന് തോന്നി. പക്ഷെ ഇതാണെങ്കിൽ മാറ്റി വെക്കാനും പറ്റൂലല്ലോ, ദിവസം ഒരുപാട് നീണ്ടുപോയി അവർക്ക് സസ്പെൻസ് പൊളിക്കുന്നു പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ചെയ്യായിരുന്നു. ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കിടന്നിട്ടാണ് ബാക്കിയുള്ള ഈ പണികളൊക്കെ ചെയ്യുന്നത്. ഇതപ്പോൾ ഏകദേശം ചുറ്റുമണി മാറി കത്രിയൊക്കെ നീ എടുക്കുന്ന കണ്ടാ പിന്നെ പോയി. ഏകദേശം കുറച്ച് ഗിഫ്റ്റുകളൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താണെന്നുള്ളത് അവിടെ നിന്ന് അവർ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാണാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. പല സാധനങ്ങളും അമ്മക്ക് ആവശ്യം ഉണ്ടായിട്ട് എൻ്റെ മുമ്പിൽ ഇങ്ങനെ മീൻസ് നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യാന്ന് പറയില്ലേ, അതാണ് അമ്മക്ക് ആവശ്യമുള്ള ഓരോ സാധനങ്ങളും കണ്ടറിഞ്ഞ് എടുത്ത് വെച്ചിരിക്കുന്ന ഗിഫ്റ്റുകളാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെയും കാണണം കേട്ടോ. പിന്നെന്താണ് പിന്നെന്തോ സീരിയസ് ആയിട്ട് എന്തോ പറയണമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ സീരിയസ് ആയിട്ട് കാര്യം, നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും പുതിയതായി വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഫാമിലിയിൽ നിങ്ങളും ഒരു അംഗമാവുക കേട്ടോ. ഓക്കെ, ഇതൊക്കെ ഇപ്പം പിച്ച് ചീന്തും, എന്നാലും എന്തോ ഒരു കഷ്ടപ്പെട്ടിട്ടാണ് പൊതിയേണ്ട അവസ്ഥ. ഞാൻ ചെയ്യേണ്ടി വരുമോ? എന്ത്? എൻ്റെ ബർത്ത്ഡേ അല്ലേ വരാൻ പോകുന്നത്, അപ്പൊ ഇവർക്ക് ഇതുപോലെ ചെയ്യേണ്ടി വരുമോന്ന്. നമ്മൾ വഴി കാണിച്ചു കൊടുക്കാനല്ലേ പറ്റുള്ളൂ, നമ്മുടെ പേരൻസിനെ സന്തോഷിപ്പിക്കുന്നത്. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ തന്നെ അവസാനം അതും ചെയ്ത് തരേണ്ടി വരും. മാത്രം മതി. കൊണ്ട് അടുത്ത ഗിഫ്റ്റ് പോരട്ടെ, വേഗം വേഗം. അവിടെ പോയി 1 2 3 4 5 6 7 8 9 10. ഇപ്പൊ 10 ആയിട്ടുണ്ട്. 10. അതെങ്ങനെ പൊളിപ്പിച്ചേക്ക? അവിടുത്തെ ഫാൻ ഓഫ് ആക്കുക. അപ്പൊ ഒരു ഐഡിയയും കിട്ടില്ല. നമ്മുടെ വീട്ടിലാണെങ്കിൽ എല്ലാം ഒളിപ്പിച്ച് വെച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്യാം, പക്ഷെ അത് പറ്റില്ല. അപ്പം നമ്മൾ ഏകദേശം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. ഒരെണ്ണം പകുതിയിൽ സ്ഥലം ഇല്ലാണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എത്ര ഗിഫ്റ്റായി? 1 2 3 അല്ല 1 2 3 4 5 6 7 8 9 10 അല്ലേ? 1 2 3 അല്ല 1 2. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാലായി കുട്ടി കൗണ്ട് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാലും നമുക്കൊരു സുഖമുള്ളൂ. 1 2 3. മറ്റേ പർദ്ദ. ഹലോ, സസ്പെൻസ് പൊളിക്കാൻ തവളിന് വിട്ടാ മതി. ഉള്ളിൽ ചോദിച്ചോ പോലെ വേണ്ട മുതലാളി, ഞാൻ നിർത്തി പരിപാടി. ഓരോ ഗിഫ്റ്റിനും ഓരോരോ കഥകളുണ്ട് പറയാന്. എന്തൊക്കെയോ ഞാൻ എങ്ങനെയൊക്കെയോ ഇരിക്കുന്നുണ്ട്. ശരി മക്കളെ, നല്ല ടയേർഡായിരുന്നു. അതിന്റെ നമുക്ക് കൊണ്ടുപോകാം കാറിലേക്ക് ഓരോന്നായിട്ട്. പൊതിയാൻ പറ്റാത്ത വലിയൊരു ഗിഫ്റ്റ് ഉണ്ട് പുറത്ത്, വലിയൊരു ഗിഫ്റ്റ് ഉണ്ട്, അത് പൊതിയാൻ പറ്റില്ല. ഇതൊക്കെ എവിടെ വെച്ച് എങ്ങനെ എന്ത് ചെയ്യണമെന്നും ഇതുവരെ ഒരു ഐഡിയ ഇല്ല. ചാക്കില്ല? ഓ ശരി, കൊണ്ടുപോവാ. നിസ്കരിച്ചിട്ട് വരാം.
അയ്യോ പൂരത്തേട്ടാണല്ലോ